إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ സംവിധാനിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് ചോദിച്ചത് അവനോട് മാത്രമുള്ള ആരാധനയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ ആരാധന ചെയ്യേണ്ടത്, എപ്രകാരമാണ് ജീവിതത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാൻ പ്രവാചകന്മാരെ അയച്ചു നൽകി. ഒരിക്കലും അല്ലാഹു വെറുതെ അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. പകരം പ്രവാചകന്മാരെ നമുക്ക് നൽകിക്കൊണ്ട് അയച്ചു നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലൂടെ അവരുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെ മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും അവരിലൂടെ അവരുടെ ശരീഅത്ത് നടപ്പിൽ വരുത്തുകയും അത് അവരുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചുകൊണ്ട് നമ്മളോട് അത് അനുധാവനം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് താങ്ങാവുന്നത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി നൽകിയത്. ഒരിക്കലും മനുഷ്യരെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയാസമുണ്ടാക്കലല്ല അള്ളാഹുവിന്റെ ഉദ്ദേശം. പകരം അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അതാണ് അള്ളാഹുവിന്റെ ശരീഅത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്ലാം എന്ന മഹത്തരമായ ദീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പൂർത്തീകരിച്ചു തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. അങ്ങനെ അപ്രകാരം എന്റെ അനുഗ്രഹം നിങ്ങളിൽ ഞാൻ പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അങ്ങനെ ഇസ്ലാമിനെ ഒരു ദീനായിക്കൊണ്ട് നിങ്ങൾക്കുള്ള ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകി.
അപ്പോൾ ആ ഇസ്ലാം ദീൻ നാം പ്രാവർത്തികമാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ്. അതാണ് ഇത്തിബാ, നബിയെ അനുധാവനം ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നതിൽ 3 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, അതിൽ നിന്നും പിന്തി നിൽക്കുന്നവർ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടർ അദ്ദേഹത്തെ പിൻപറ്റും, എന്നാൽ അദ്ദേഹം പറയാത്തതും ചെയ്തുകൊണ്ട് അതിനേക്കാൾ അപ്പുറം ഓവറായിക്കൊണ്ട് അതിനെ മുൻകടന്ന് അതിനെ അതിരുകടന്നു പോയ ആളുകൾ. ഇതിൽ രണ്ടിലും ഇടയിലാണ് സത്യമുള്ളത്. ഹക്കിന്റെ ആളുകളുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞോ അവിടെ നിൽക്കുകയും എന്തെന്നിൽ നിന്നും വിരോധിച്ചോ അവിടെ അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യവാന്മാരുടെ പാത. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഒരിക്കലും ദീനിൽ അതിര് കവിയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. തന്നേക്കാൾ ആർക്കും അതിര് കവിയാൻ സാധ്യമല്ല. തന്നേക്കാൾ തഖ്വയുള്ള ഒരാളുമില്ല. താനാണ് അള്ളാഹുവിനോട് ഏറ്റവും അധികം തഖ്വയുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിയേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നബിയോടൊപ്പം നബി എന്ത് കാണിച്ചതെന്നോ അതുപോലെ ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതിന് നേരെ വിപരീതമാണ് ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ദീനിൽ അതിര് കവിയലാണ് ബിദ്അത്തുകൾ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഏറെ അതിന്റെ ഫലം. ബിദ്അത്തുകളുടെ ഫലം അതിരുകവിയലാണ്. ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞത് അതിന്റെ ഒരു അർത്ഥം പുതുതായി ഉണ്ടായത്, പുതിയത് എന്നുള്ളതൊക്കെയാണ് ബിദ്അത്ത് എന്ന് ഭാഷാപരമായി അർത്ഥമാക്കുന്നത്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബദീഉസ് സമാവാതി വൽ അർദ്, മുൻമാതൃകയില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ബദീഉ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനെ ഖുർആനിൽ വിശേഷിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥം ബിദ്അത്ത് എന്നത് മതപരമായി നാം അർത്ഥമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് അത് പഠിച്ചാൽ തന്നെ ബിദ്അത്ത് കൊണ്ട് എന്താണ് നാം മതത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആശയം നമുക്ക് കിട്ടും. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ നമ്മുടെ ഈ ദീനിൽ പുതിയതായി വല്ലതും ചേർത്താൽ വല്ലതും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അതില്ലാത്തത് പുതിയതായി ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വേദഗ്രന്ഥം നമുക്ക് നൽകി. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചതാണ് അല്ലാഹു ഈ ഒരു മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഖുർആൻ ആയത്ത് ഇറങ്ങുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അറഫാ സംഗമത്തിൽ വെച്ച് എല്ലാവരോടും കൂടി പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനം അന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മതം പൂർണ്ണമാണ്, അതിലേക്ക് ഇനിയൊന്നും ചേർക്കാനില്ല. പിന്നീട് വന്ന ചില ആയത്തുകൾ പുതിയതായ നിയമങ്ങളൊന്നും കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിയമ സംഹിതകൾ, ഹുക്കുമുകളെല്ലാം, വിധികളെല്ലാം അന്നേ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പൂർത്തീകരിച്ചു നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആ ഒരു ഇസ്ലാം മുൻനിർത്തിക്കൊണ്ട് ആ ഒരു സമയത്ത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയതാണ് ഈ ഒരു കാര്യം. അന്ന് സ്വഹാബാക്കളെല്ലാം അത് ശരിവെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അശ്ഹദ്, അള്ളാഹു നീ ഇതിന് സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറയുകയാണ് ചെയ്തത്. മറ്റൊരു സന്ദർഭത്തിൽ നബി നമ്മെ അറിയിച്ചു നൽകി എല്ലാ നന്മകളും തിന്മകളും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖാൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്, നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൽപ്പിക്കാതെ ഞാൻ പോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങളോട് വിലക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിതത്തിൽ ഏതൊക്കെ നന്മകൾ നമുക്കിനി ചെയ്യാനുണ്ടോ, ഏതൊക്കെ തിന്മകൾ നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ടോ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് അദ്ദേഹം യാത്രയായിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നമ്മെ ഉപദേശിച്ചു, താക്കീത് നൽകി, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ
പുത്തൻ ആചാരങ്ങളെ സൂക്ഷിച്ചുകൊള്ളുക. പുത്തനായ ആചാരങ്ങൾ സർവ്വതും അത് ബിദ്അത്താണ്, അത് പുതിയതാണ്. ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, വഴികേടുകളെല്ലാം നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുപോലെ തന്നെ നമ്മുടെ കൽപ്പനയില്ലാതെ വല്ലവരും വല്ലതും ചെയ്താൽ അത് തീർച്ചയായും തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി. ഇപ്പോൾ ദീനിന്റെ വിഷയത്തിൽ ഒരാൾ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിന് കൃത്യമായ പ്രമാണം ദീനിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് തള്ളപ്പെടുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പിന്തുടർന്നു വന്ന സ്വഹാബികൾ അവരും ഇതേ കാര്യം തന്നെയാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് വരികയാണ്. അവിടെ ചില ആളുകളെ ഞാൻ കണ്ടു. വട്ടത്തിലിരുന്നു കൊണ്ട് അവർ തക്ബീറുകളും തഹ്ലീലുകളും ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം നീ ഉരുവിട്ടോളൂ എന്ന് ഒരാൾ പറയും. മറ്റുള്ളവരെല്ലാം വട്ടത്തിലിരുന്നുകൊണ്ട് ഏറ്റു ചൊല്ലും. കബ്ബിറൂ മിഅ, ഹല്ലിലൂ മിഅ, സബ്ബിഹൂ മിഅ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നിനക്ക് അവരോട് ഇപ്രകാരം പറഞ്ഞുകൂടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ എണ്ണിക്കൊള്ളൂ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നീട് ഇബ്നു മസ്ഊദിനെ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഇത്രയും സ്വഹാബാക്കൾ ജീവിച്ചിരിപ്പില്ലേ? നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോടി പോയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വേഗം വഴിപിഴച്ചു പോയത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളിൽപ്പെട്ട സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ മാത്രമാണ് സ്വഹാബി ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് അവർ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഉരുവിടുന്നു, മാ അറദ്നാ ഇല്ലൽ ഖൈർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസീബഹു. എത്രയെത്ര നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന എത്രയെത്ര പ്രവർത്തനങ്ങളാണ്, എത്രയെത്ര ആളുകളാണ് നല്ലതിലേക്ക് എത്താതെ തെറ്റിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അഥവാ ഒരു കാര്യം നല്ലത് എന്നുള്ള ഉദ്ദേശം ശരിയായതുകൊണ്ട് മാത്രമില്ല, പകരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നോ ആ ഒരു മാർഗത്തിൽ അതേ ചര്യയിൽ നിലകൊള്ളുമ്പോഴാണ് ആ ഒരു കാര്യം അത് ശരിയായി തീരുന്നത്. നമുക്കറിയാം, ഈ ഒരു സന്ദർഭം, ഈ ഒരു മാസം റജബ് മാസം, അതിൽ ധാരാളം ബിദ്അത്തുകൾ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളോ ആരും പഠിപ്പിച്ചു തരാത്ത ചില മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. 27-ാം തീയതി റജബ് 27 പ്രത്യേക നോമ്പ്, റജബിൽ പ്രത്യേക നമസ്കാരം, സ്വലാത്തുർ റഗായിബ് പോലെ നമസ്കാരം, മറ്റു റജബിൽ പ്രത്യേക ഉംറ, ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശരിയായ സനദോടുകൂടി ശരിയായി സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന കാര്യം. ആ ഒരു കാര്യത്തിൽ നിലകൊള്ളുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുകയാണ് സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന നിലക്ക് നാം ചെയ്യേണ്ടുന്നത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാം, വഅമ്മാ സൗമ റജബിൻ ബിഖുസൂസിഹി ഫഅഹാദീസ് കുല്ലുഹാ ദഈഫ ബൽ മൗദൂഅ. റജബ് മാസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ എല്ലാം ദഈഫാണ്, ദുർബലമാണ്. തന്നെയുമല്ല അതിൽ പലതും മൗദൂഅാണ്, കെട്ടിച്ചമച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്നാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. റജബുമായി പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, അതിൽ പ്രത്യേകം ഇന്ന അനുഷ്ഠാനം നിർവഹിക്കുക, ഇന്നത് ചെയ്യുക എന്ന് പ്രത്യേകമായി വന്നിട്ടുള്ള ഹദീസുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ ദുർബലം, അല്ലെങ്കിൽ അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഒരിക്കലും റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയെ, അതിന്റെ പവിത്രതയെ നാം തള്ളിക്കളയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിച്ചു തന്നതാണ്. റജബ് 4 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ പെട്ട ഒന്നാണ് റജബ് മാസം. ആ ഒരു സന്ദർഭത്തിൽ റജബ് മാസത്തിൽ അല്ലാഹു പ്രത്യേകത നൽകിയത് അർബഅത്തുൻ ഹുറും ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹു പഠിപ്പിച്ചു തന്നതാണ് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ് എന്നുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച കാലം മുതൽക്കേ അപ്രകാരം തന്നെയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാണ്. റജബ് പോലെ, മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ പോലെ ഈ 4
ഷഹറുകൾ 4 മാസങ്ങൾ അത് പവിത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ സ്വദേഹത്തോട് നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ അക്രമം പ്രവർത്തിക്കരുത് എന്നും അല്ലാഹു പഠിപ്പിച്ചു തന്നതായി കാണുവാൻ സാധിക്കും. ആ ഒരു 4 മാസത്തിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ആ ഒരു സന്ദർഭത്തിൽ യുദ്ധം പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രതയുള്ള മാസമാണ് എന്നുള്ളത് പൊതുവെ ഒരു തത്വം പറഞ്ഞു തന്നതിനേക്കാൾ ഉപരി മറ്റൊരു ഇന്ന പ്രത്യേക ഒരു നോമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉംറയോ ചെയ്തിരുന്നതായി പ്രത്യേകമായി കൊണ്ട് ചെയ്തിരുന്നതായി യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എപ്രകാരമാണോ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചത്, നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ എപ്രകാരമാണോ ഗ്രഹിച്ചത് അതുപോലെ നാം നിലനിൽക്കണം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് നാം അവകാശപ്പെടുന്നത്. നാം പറഞ്ഞില്ലെങ്കിലും അപ്രകാരം ഒരു അവകാശവാദത്തിലേക്ക് നാം ചെന്നെത്തുന്നതിന്റെ പരിണിത ഫലം അങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്, അതല്ലാത്ത ബാക്കി ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയിട്ടാണ് ഞാൻ നിങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യത്തിൽ പിന്നീട് വല്ലതും ഒരുവൻ കൂട്ടിച്ചേർത്താൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാം, മൻ അഹ്ദസ ഫീ ഹാദിഹിൽ ഉമ്മത്തി ശൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ആരെങ്കിലും ഈ ഉമ്മത്തിലെ മുൻഗാമികൾ ചെയ്യാത്ത ഒരു പ്രവർത്തനം പുതുതായി കൊണ്ടുവരികയാണെങ്കിൽ അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി ഒരു അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ അവകാശപ്പെടുന്നത്. എന്താണ് കാരണം? ലിഅന്ന അല്ലാഹ യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ, അന്നേ ദിവസം ദീനല്ലാത്തത് ഫലാ യകൂനുൽ യൗമ ദീന, ഇന്നേ ദിവസവും ദീനാവുകയില്ല എന്നുള്ളത് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് അപകടമാണ് ഈ ഒരു ബിദ്അത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അപ്രകാരം ദീനിനെ കൊണ്ടു നടക്കുകയും അതിന്റെ ശരീഅത്തുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിനോടും അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അപ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക, എന്താണ് അതിന്റെ പരിണിത ഫലം എന്നതും നാം മനസ്സിലാക്കിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ എന്തെങ്കിലും ഒന്ന് പുതുതായി കൂട്ടിയവന്റെ അവസ്ഥ, അവന്റെ ആ ഒരു കർമ്മം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യേണ്ടതാണ്, അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു നൽകി. മാത്രമല്ല അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്തിന്റെ വക്താവ് അവൻ ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബക്ക് ഒരു മറയിട്ട് കൊടുക്കും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്. കാരണം ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തി സാധാരണഗതിയിൽ അവൻ തൗബ ചെയ്യുകയില്ല. ഒരാൾ തെറ്റ് ചെയ്യുന്നത് അവൻ തെറ്റാണ് ചെയ്യുന്നതെന്ന ബോധ്യത്തോടു കൂടിയായിരിക്കാം. എന്നാൽ ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരുവൻ അത് ചെയ്യുന്നത് നല്ലതല്ലേ, അല്ലെങ്കിൽ ദീനില് ഇതൊരു നല്ല പ്രവൃത്തിയാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് സകല ആളുകളും, ധാരാളം 99%
30% ആളുകളും ബിദ്അത്തുകൾ ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ബിദ്അത്തിൽ നിന്നും പിന്നീട് അവൻ തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു അവസ്ഥ അവനിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അവന് തൗബയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ബിദ്അത്തിൽ അകപ്പെട്ട ഒരുവൻ പിന്നീട് ഒരു പൊട്ടിണത്തിലെ തവള എന്ന പോലെ മറ്റൊരു പഠനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതാണ് ശരി ഇത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരണമെങ്കിൽ അതിന് ധാരാളം കാര്യങ്ങൾ പിന്നീട് പുനർവിചിന്തനം നടത്തേണ്ടി വരും. അതൊന്നും ചെയ്യാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനെ അതിൽ തന്നെ ജീവിച്ചുകൊണ്ട് ബിദ്അത്ത് നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് ചെയ്തുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടാത്ത ആളുകളായി മാറുകയായിരിക്കും അവന്റെ സ്ഥിതി എന്ന് നാം ഭയപ്പെടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല നാളെ ആ ഒരു അന്ത്യനാളിൽ ആ മഹ്ശറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഹൗലുൽ കൗസറിലേക്ക് കൊണ്ട് ആദരിക്കുന്ന സന്ദർഭം. അന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഉമ്മത്തിലെ ആളുകളെ വിളിക്കും. അവർക്ക് എല്ലാവർക്കും ഹൗലുൽ കൗസറിൽ നിന്നും പാനീയം നൽകും. അവർ കുടിക്കും. പിന്നീട് ഒരിക്കലും അവർക്ക് ദാഹിക്കുകയില്ല. എന്നാൽ ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ മലായിക്കത്തുകൾ അവരെ തടയും. അവർക്കിടയിൽ ചില മറകൾ വീഴും. എന്തുകൊണ്ടാണ് അവരെ തടയുന്നത്? അവരിലെ എന്റെ അസ്ഹാബുകളാണ്, അവരെന്റെ കൂട്ടാളികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയും. പക്ഷേ നബിയോട് പറയും, താങ്കൾക്കറിയില്ല എന്തൊരു മാറ്റങ്ങളാണ് അവർ താങ്കളുടെ ദീനിൽ കൊണ്ടുവന്നത്. താങ്കൾക്കു ശേഷം ധാരാളം മാറ്റിത്തിരുത്തലുകൾ കൊണ്ടുവന്നവരാണ് അവർ എന്ന് വിളിച്ചു പറയപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരെ ആട്ടിയകറ്റും. നിങ്ങൾ മാറിപ്പോകൂ, നീങ്ങിപ്പോകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കാൻ അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ബിദ്അത്തുകളിൽ നിന്നുള്ള രക്ഷ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നമുക്ക് ദീൻ പഠിപ്പിച്ചു നൽകിയത് അതേ രൂപത്തിൽ അതിനെ ായിക്കൊണ്ട് ഖാലിസായ രൂപത്തിൽ അത് പിന്തുടരുക എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീളത്തിലൊരു വര വരച്ചു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാല ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ മാർഗ്ഗം, സിറാത്ത് മുസ്തഖീമായ മാർഗ്ഗം ഇതാണ്. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലിഹി, അതിന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ധാരാളം വരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് മറ്റു വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി, എല്ലാ വഴിയുടെയും ആ ഒരറ്റത്ത് ഓരോ ശൈത്താൻമാരിപ്പോൾ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാകുന്നു എന്റെ നേരായ മാർഗ്ഗം, ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മാർഗ്ഗത്തെ, ഈ നേരായ മാർഗ്ഗത്തെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച ആ നേരായുള്ള ആ ഒരു മാർഗ്ഗത്തെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉസ് സുബുൽ, മറ്റു സബീലുകളെ, മാർഗ്ഗങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, ആ സുബുലുകൾ, ആ മാർഗ്ഗങ്ങൾ നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നും വഴിതിരിച്ചു കളയും, തെറ്റിച്ചു കളയും, ചിതറിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഈഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്ന നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുക തന്നെ ചെയ്യും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ എന്റെ സുന്നത്തിനെയും എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, മാത്രമല്ല നിങ്ങൾ ദീനിൽ പുതുതായി കയറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, അവയെല്ലാം ബിദ്അത്തുകളാണ്, അവ ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, വഴികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ അത് അവരെപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തത്, അപ്രകാരം നാം ജീവിതത്തിൽ പകർത്തുക. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് കാണാം, ഇസ്ബിർ നഫ്സക അല സുന്നഹ് വഖിഫ് ഹൈസു വഖഫൽ ഖൗം, നിങ്ങൾ സുന്നത്തിൽ ക്ഷമയോടുകൂടി നിങ്ങൾ നിലകൊള്ളുക. വഖിഫ് ഹൈസു വഖഫൽ ഖൗം, ആ ഒരു സമൂഹം അഥവാ സ്വഹാബികൾ എപ്രകാരമാണോ ആ സുന്നത്തിൽ നിലകൊണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നിലകൊള്ളുക. വഖുൽ ബിമാ ഖാലു, അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയുക. വഖുഫ അമ്മാ ഖുഫു അൻഹു, അവർ വിരോധിച്ച, അവർ ഒഴിവാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. വസ്ലുക് സബീല സലഫിക സ്വാലിഹ്,
നിങ്ങൾക്ക് മുൻകഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. ഫഇന്നഹു യസ്ഉക മാ വസ്അഹും, അവർക്ക് മതിയായ കാര്യങ്ങൾ നിങ്ങൾക്കും മതിയായതാണ് എന്ന് ഔസാഇ റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം ദീനിനെ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയോ അപ്രകാരം തന്നെയാണ് ഓരോ മുഅ്മിനും പാലിക്കേണ്ടത്. അതിൽ നിന്നും യാതൊന്നും കുറക്കുവാനോ യാതൊന്നും കൂട്ടിച്ചേർക്കുവാനോ അവന് അധികാരമില്ല. അതിന് അധികാരമുള്ളവൻ അല്ലാഹു അവന്റെ റസൂലും മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين.